ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു 1 BHK ഫ്ലാറ്റില് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നാണ് നമ്മൾ ഇവിടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് തൃപ്പൂണിത്തുറയിലാണ് സൈറ്റ്. അപ്പോൾ ഇവിടെ നേരത്തെ എന്താ പറയാ ടിവിയുടെ പോയിന്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരുന്നേ. അപ്പൊ ഇവിടെ നമ്മൾ TV കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ സോഫ ഇടാനുള്ള സ്ഥലമില്ല, ഫുള്ള് ഭയങ്കര കൺജഷൻ ഫീൽ ചെയ്യും. അതുകൊണ്ടിട്ട് നമ്മൾ ക്ലയന്റ് നമ്മളോട് പറഞ്ഞു വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ നമ്മള് കിച്ചൺ ഇതൊരു ഓപ്പൺ കിച്ചൺ ആയിരുന്നു. ആ ഓപ്പൺ കിച്ചൺ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇത്രയും പോർഷൻ ഒരു ഡമ്മി വോള് കൊടുത്തു. ആ വോളിലേക്ക് TV യൂണിറ്റ് കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോ ആ TV യൂണിറ്റിന്റെ വോളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വെച്ചാൽ PVC ലൂവറാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ TV ഈ ഡോറ് തുറക്കുമ്പോൾ ഇത്രയും ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. ബാക്കിയുള്ള പോർഷനിൽ നമുക്കൊരു C ഷേപ്പിൽ സോഫ ഇടാം. അവിടെ നമുക്ക് ഡൈനിങ്ങിനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. പിന്നെ ആ TV യൂണിറ്റ് നമ്മൾ PVC ലൂവറും കൊടുത്തു. പിന്നെ മോളിൽ മുഴുവൻ നമ്മൾ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത് എന്താ പറയാ ലൈറ്റും അതെല്ലാം സീലിംഗിന്റെ ഫുൾ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കിച്ചണിലേക്ക് ആ ഡമ്മി വാളും ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസിന്റെ സ്റ്റിക്കർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു സ്ലൈഡ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിനകത്തേക്ക് 1 BHK ഫ്ലാറ്റ് ആയതുകൊണ്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അകത്തധികം സ്പേസ് ഇല്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ സ്ലൈഡിംഗ് ഡോർ കൊടുത്തു. അവിടുന്ന് നേരെ നമ്മുടെ കിച്ചണിലേക്ക് കയറുമ്പോൾ കിച്ചൺ ഫുൾ വൈറ്റ് കളറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ മേളിൽ നമ്മൾ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റോറേജ് സ്പേസ് കുറവായതുകൊണ്ട് L ഷേപ്പ് ലോഫ്റ്റ് കൊടുത്തു. ഇതെന്താ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു എക്സോസ് ചിമ്മിനി കൂടാതെ അഡീഷണൽ ഒരു എക്സോസ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഗ്രില്ല് കൊടുത്തു കഴിഞ്ഞാൽ എയർ അതിൽ കൂടി സക്ക് ചെയ്ത പുറത്തേക്ക് വെക്കോളും. പിന്നെ ചിമ്മിനി നമ്മൾ നോർമലി കൊടുക്കാറുള്ള എല്ലായിടത്തും കൊടുക്കാറുള്ള പോലെ തന്നെ GGBT. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ സിങ്കിന്റെ ഇവിടെ തന്നെ വേസ്റ്റ് ബിൻ അതുപോലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ പ്ലേറ്റ് ബാസ്ക്കറ്റ്, ഇവിടെ പ്ലെയിൻ ബാസ്ക്കറ്റ്, ഇവിടെ ഒരു ഓയിൽ പ്ലോട്ട്. അതായത് ഒരു ചെറിയ കിച്ചണിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്ന ഒരുമാതിരിപ്പെട്ട വീടിന് വേണ്ട അത്യാവശ്യം വേണ്ട 7 ആക്സസറീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് L ഷേപ്പിൽ വന്നിട്ട് ഇവിടെ ഒരു സ്പൈസസ് വെക്കാനായിട്ടുള്ള ഒരു ഓപ്പൺ ടാക്ക്. അതുകൂടാതെ ക്ലയന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ മസാല ഐറ്റംസ് വെക്കാനായിട്ട് ഇവിടെ 2 ഷെൽഫായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് നമ്മൾ ചെയ്തിരിക്കുന്ന WBCയിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ ബോക്സ്, ഇതിലും എന്താ പറയാ സ്പൈസസ് വെക്കാനായിട്ടുള്ള ചെറിയ ഓപ്പൺ ബോക്സുകൾ വേണമെന്ന് പറഞ്ഞിട്ട് അതും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം 304 സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസും സോഫ്റ്റ് ക്ലോസ് ഡ്രോവർ ചാനൽസും ആണ് കൊടുത്തിരിക്കുന്നത്. എത്ര വലിച്ചടച്ചാലും സോഫ്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഇത് സ്ലൈഡിംഗ് ഡോർ വെച്ച് കിച്ചൺ നമുക്ക് ക്ലോസ് ചെയ്യാം. അവിടെ നിന്ന് നേരെ പേര് കയറുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡിലേക്കാണ്. 1 BHK ഫ്ലാറ്റ് ആയതുകൊണ്ട് ഒരു റൂമേ ഉള്ളൂ. ഇത് മാസ്റ്റർ ബെഡുമാണ്. A to Z നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഫുള്ള് WBCയിൽ ലാമിനേറ്റഡ് ഫിനിഷ് കിച്ചൺ ആണ്, വാർഡ്രോബ്സ് ആണ്. അതിൽ നമ്മളിവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തു, ഒരു ഡ്രോ. അതുകൂടാതെ എന്താ പറയാ ഇവിടെ ഒരു മിററിന്റെ ബാക്കിൽ നമ്മൾ സ്ട്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പുറകിൽ ഒരു PVC ലൂവർ കൊടുത്തിട്ടുണ്ട്. അതാണ്. പിന്നെ അതുകൂടാതെ 2 വൈറ്റ് കളർ സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ അഡീഷണൽ ഒരു ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട്. ഫുൾ ലോഫ്റ്റും കൊടുത്തതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് കുറെ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടാണ്. പിന്നെ ബാത്റൂമിനകത്തൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അത് എന്താ പറയാ ബിലോ കൗണ്ടർ ആയിരുന്നു വാഷ് കൗണ്ടർ. അതനുസരിച്ച് നമ്മുടെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ അല്ലായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ വൃത്തിയാക്കാവുന്ന രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ജിപ്സം ചെയ്തിട്ടുണ്ട്. 2 ജിപ്സം ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ L ഷേപ്പ് ആയിട്ടുള്ള 2 പീസും കോവ് ലൈറ്റ് പോകാനായിട്ടുള്ള ബോർഡറിൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്വിച്ച് ഈ ഒരു പോർഷനിലാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ലൈറ്റിന്റെ പോയിന്റ്സ്. പിന്നെ അവിടുന്ന് പിന്നെ നമ്മൾ ബാൽക്കണി, ഒരു ചെറിയ ബാൽക്കണി വരുന്നുണ്ട്. അപ്പൊ ബാൽക്കണിയിലും കൂടി നമ്മൾ സ്റ്റോറേജ് ഉൾക്കൊള്ളിച്ച രീതിയിൽ ഇവിടെ ഒരു വാഷ് കൗണ്ടർ വരുന്നുണ്ട് ബാൽക്കണിയിൽ. അതിന്റെ മുകളിൽ നമ്മൾ ലെഡ്ജ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പോയിന്റ്സ് ഒന്നും ഇല്ലായിരുന്നു, നമ്മൾ രണ്ടാമത് ആഡ് ചെയ്യിപ്പിച്ചാണ്. അതിനുശേഷം ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീൻ ഇവിടെയാണ് വരുന്നത്. അപ്പൊ വാഷിംഗ് മെഷീന് വേണ്ടി അതിന്റെ ലിക്വിഡ്സോ ഇതുപോലുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിന്റെ മേളില് നമ്മള്
എന്താ പറയാ ലോഫ്റ്റ് ഫുൾ സ്റ്റോറേജ് ആയിട്ടുള്ള രീതിയിൽ ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവർക്ക് അധികം സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ബാൽക്കണിയിലും നമ്മൾ ലോഫ്റ്റ് കൊടുത്ത് അതിന്റെ മേളിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഒരു 1 BHK ഫ്ലാറ്റില് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, TV യൂണിറ്റ്, കിച്ചൺ, വാർഡ്രോബ്സിന്റെ മേളിൽ ലോഫ്റ്റ്, പിന്നെ വാഷ് കൗണ്ടർ, പിന്നെ ബാൽക്കണി ഏരിയയിൽ ആ സ്പേസ് ഒന്നും ഒട്ടും വേസ്റ്റ് ആക്കാതെ പരമാവധി ഉൾക്കൊള്ളിച്ചുള്ള സ്റ്റോറേജ് എല്ലാം ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.